ഓഗസ്റ്റ് 7-ന് നടന്ന ഉദ്ഘാടന ചടങ്ങിനിടെയാണ് ഹണിറോസിന്റെ കൈകളിൽ അവരുടെ സമ്മതമില്ലാതെ ബോബി ചെമ്മണ്ണൂർ പിടിച്ചതും വട്ടത്തിൽ കറക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി മാലയുടെ പിൻവശം കാണുമെന്ന് പരാമർശം നടത്തുന്നതും. തുടർന്ന് കുന്തിദേവി എന്ന് വിശേഷിപ്പിച്ചതും ലൈംഗിക ധ്വനിയോടെയാണെന്നും അഭിനന്ദനം എന്ന മട്ടിൽ നടത്തിയത് ലൈംഗിക അധിക്ഷേപമാണെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. എന്നാൽ അവിടെ വച്ച് ഹണിറോസ് വിസമ്മതം പ്രകടിപ്പിച്ചില്ല. പ്രതിഭാഗത്തിന്റെ വാദം തെറ്റാണെന്ന് പരാതിക്കാരി വ്യക്തമാക്കിയതും കോടതി ചൂണ്ടിക്കാട്ടി. അതിഥിയായി വിളിക്കപ്പെട്ട താൻ അവിടെ പ്രശ്നമുണ്ടാക്കേണ്ടതില്ല എന്ന് കരുതിയാണ് മൗനം പാലിച്ചതെന്നും പിന്നീട് തന്റെ മാതാവ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രോഗ്രാം കോർഡിനേറ്ററിനെ വിളിച്ച് അനിഷ്ടം അറിയിച്ചെന്നും ഹണി വ്യക്തമാക്കി. കോടതി എടുത്തു പറഞ്ഞു. എന്നാൽ അതിന് ശേഷവും ലൈംഗിക അധിക്ഷേപം തുടർന്നതോടെയാണ് അവർ പരാതി നൽകിയത്. യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകളുടെ ചുവടുപിടിച്ച് ഒട്ടേറെ പേർ സമാനമായ ലൈംഗിക അധിക്ഷേപം നടത്തി. സഹിക്കാൻ വയ്യാതായതോടെയാണ് ഹണി പോലീസിനെ സമീപിച്ചതെന്നും കോടതി പറഞ്ഞു. ശേഷിയുള്ള ആളാണ് പ്രതി എന്നതിനാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടും കോടതി പരിഗണിച്ചു. ബോബിക്ക് ജാമ്യം നൽകിയാൽ ഇത്തരം പരാമർശങ്ങൾ തുടർന്ന് ഉണ്ടാകാനും ഒളിവിൽ പോകാനും സാധ്യതയുണ്ടെന്ന് പരിഗണിച്ച കോടതി ജാമ്യം അനുവദിക്കുന്നില്ലെന്നും 14 ദിവസത്തെ റിമാൻഡിൽ അയക്കാനും ഉത്തരവിടുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയ കേസ് പ്രാഥമികമായി നിലനിൽക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചതും 14 ദിവസത്തെ റിമാൻഡിൽ അയച്ചതും.